ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മേഘ വിസ്ഫോടനത്തിൽ അകപ്പെട്ട മലയാളികൾ സുരക്ഷിതരാണ് എന്ന വാർത്ത ആശ്വാസത്തോടെയാണ് കേരളം കേട്ടത്. എയർലിഫ്റ്റ് ചെയ്ത മലയാളി തീർത്ഥാടക സംഘത്തിനൊപ്പം ജനം ടിവി റിപ്പോർട്ടർ എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, മലയാളികൾ സുരക്ഷിതരാണ് എന്നറിയുമ്പോൾ ഏറെ ആശ്വാസം. ഒപ്പം എയർലിഫ്റ്റ് ചെയ്ത മലയാളി തീർത്ഥാടക സംഘം നന്ദനൊപ്പമുണ്ട്. എന്താണ് അവർക്ക് പറയാനുള്ളത്? രാഖി, ചാർധാം തീർത്ഥാടന യാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു മലയാളി സംഘം. പലരും കേരളത്തിലുള്ളവരാണ്. ഒപ്പം മുംബൈ സെറ്റിലായിട്ടുള്ള മലയാളികളുമുണ്ട്. ഇന്നിപ്പോൾ അവരിൽ കുറച്ച് പേർ ഒരു സംഘമായാണ് യാത്ര ചെയ്തത്. അതിൽ കുറച്ചു പേരെ ഇന്നിപ്പോൾ എയർലിഫ്റ്റ് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഒരു ഇടപെടൽ ഇതിൽ നിർണായകമായി എന്നുള്ളതാണ്. ഇപ്പോൾ ആ മലയാളി സംഘം നമ്മളോടൊപ്പം ചേരുന്നു. ഇതിൻ്റെ ടൂർ ഓപ്പറേറ്റർ, ചേട്ടൻ ഇതിൻ്റെ ടൂർ ഓപ്പറേറ്റർ ആയിരുന്നു. എന്തായിരുന്നു പേര് ചേട്ടാ? രാമചന്ദ്രൻ നായർ. ചേട്ടൻ എത്ര വർഷമായിട്ട് ഇങ്ങനെ ടൂർ കണ്ടക്ട് ചെയ്തു? കുറച്ച് വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പോയ സംഘത്തിൽ എത്ര പേരുണ്ടായിരുന്നു? ഇപ്പോൾ ടോട്ടൽ ഞങ്ങൾ 22 പേരുണ്ടായിരുന്നു. അതിൽ 10 പേര് നാട്ടിൽ നിന്നും 10 പേര് നാട്ടിൽ നിന്നും ബാക്കിയുള്ള 12 പേര് ബോംബെയിൽ നിന്നും. അതായത് 10 പേര് കേരളത്തിൽ നിന്നും 12 പേരും ബോംബെയിൽ സെറ്റിലായിട്ടുള്ള മലയാളികൾ. എന്നിട്ട് എന്തായിരുന്നു സംഭവിച്ചത്? നിങ്ങൾ എന്നാണ് യാത്ര പുറപ്പെട്ടത്? എന്താ സംഭവം? 5-ാം തീയതി രാവിലെയാണ് ഞങ്ങൾ അവിടുന്ന് ബോംബെയിൽ നിന്ന് ഞങ്ങൾ 1-ാം തീയതി ഫ്രൈഡേ 1-ാം തീയതി ഞങ്ങൾ അവിടുന്ന് ഡൽഹിക്ക് വന്നു. ഡൽഹിയിൽ നിന്ന് ഹരിദ്വാർ വന്നു. നാട്ടിൽ നിന്ന് വരുന്നവർ 31-ാം തീയതി അവർ അവിടുന്ന് കയറി. അവരും 2-ാം തീയതി ഡൽഹി എത്തി. ഞങ്ങൾ ഒന്നിച്ച് അവിടുന്ന് ഹരിദ്വാറിൽ വൈകിട്ടെത്തി. 3-ാം തീയതി രാവിലെ ഹരിദ്വാറിൽ നിന്ന് പുറപ്പെട്ടു. അവിടുന്ന് പിന്നെ പുറപ്പെട്ടിട്ട് ഞങ്ങൾ ബാർക്കോട്ട് വന്നു. ബാർക്കോട്ടിൽ നിന്ന് പിന്നെ ഇവിടെ ഉത്തരകാശിയിലെത്തിയത് ഞങ്ങൾ 4-ാം തീയതി വൈകിട്ടായിരുന്നു. 5-ാം തീയതി രാവിലെ ഇവിടുന്ന് ലഗേജൊക്കെ ഹോട്ടലിൽ തന്നെയായിരുന്നു. ഞങ്ങൾ രാവിലെ ഇവിടുന്ന് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പോയി. പോകുമ്പോൾ മഴയും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇടയിലൊരു മഴച്ചാറിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 8-ാം തീയതി രാവിലെ ചൊവ്വാഴ്ച ഞങ്ങൾ അവിടെ മുകളിലെത്തി. 11:30 എത്തി. ദർശനമെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് അപ്പോൾ ഈ ബസ്സിൻ്റെ ഒപ്പം തന്നെ കിച്ചൺ ഉണ്ടായിരുന്നു. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് 2 മണിക്ക് ഞങ്ങൾ അവിടുന്ന് ഗംഗോത്രിയിൽ നിന്ന് ഞങ്ങൾ വിട്ടു. 10 കിലോമീറ്റർ ഇപ്പുറം വന്ന് ബൈരംഘാട്ടിൽ അവിടെ എത്തിയപ്പോൾ പോലീസ് വണ്ടി തടഞ്ഞിട്ട് പറഞ്ഞു അവിടെ കുറച്ച് മണ്ണിടിച്ചിട്ടുണ്ട്, വണ്ടി പോവില്ല, അതുകൊണ്ട് സൈഡിലിടാൻ പറഞ്ഞു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. ഇത്രയും സീരിയസ് ആയുള്ള ഒരു കാര്യമാണ്. അതായത് റോഡിൽ തന്നെ ഒരു 25-30 മീറ്റർ ഹൈറ്റിലാണ് മണ്ണും ചളിയും കല്ലും ഒക്കെ. അപ്പോൾ റോഡ് ആവണമെങ്കിൽ ചുരുങ്ങി ഒരു 15 ദിവസങ്ങളും എടുക്കും. തൽക്കാലം നിങ്ങളിവിടെ നിൽക്കണം, നിങ്ങൾക്ക് പോണ്ട, ഗവൺമെൻറ് എന്തെങ്കിലും നിങ്ങളെ അവിടെ കൊണ്ടുപോകാനുള്ള എന്തെങ്കിലും ഇത് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അന്ന് അവിടെ ബൈരോഘാട്ടിൽ തന്നെ ഞങ്ങൾ അന്ന് നിന്നു. പിറ്റേ ദിവസം 6-ാം തീയതി ഉച്ചയാകുമ്പോഴേക്ക് അവിടെ നിന്ന് മിലിറ്ററിയിൽ 2 പേര് വന്നിരുന്നു. അവർ വന്ന് ഞങ്ങളോട് സഹായം വല്ലതും ചോദിച്ചു. പക്ഷേ അവർ ഞങ്ങൾക്ക് നന്നായിട്ട് അതൊരു പ്രശംസനീയമായ ഒരു കാര്യമാണ് അവർ ചെയ്തത്. സൈന്യം, നമ്മുടെ ഭാരതത്തിൻ്റെ സൈന്യം അതിൽ അവർ 2 പേര് അവരുടെ വണ്ടിയിൽ ഞങ്ങളെ അവരൊരു 5 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ക്യാമ്പ് കൊണ്ടുപോയി ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് സാറ്റലൈറ്റ് ഫോൺ ത്രൂ എനിക്ക് എൻ്റെ മകനായിട്ട് വീഡിയോയിൽ സംസാരിക്കാൻ പറ്റി. അങ്ങനെയാണ് ഞങ്ങൾ ഫാമിലിയായിട്ട് ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതും. എല്ലാവരോടും പറഞ്ഞു ഞങ്ങൾ സേഫാണ്, പക്ഷേ നെറ്റ്വർക്കൊന്നുമില്ല, ടവർ അടക്കം പോയി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് എവിടെയും നെറ്റ്വർക്കില്ല, അതുകൊണ്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ കിട്ടില്ല, ഞങ്ങൾക്കും കിട്ടില്ല. അപ്പോൾ ആ ബേസിൽ ഞാൻ അവിടുന്ന് അവർ ആ ഒരു സഹായം ചെയ്തു. അത് പ്രശംസനീയെന്ന് പറഞ്ഞാൽ അത്രയും. കാരണം ആ ഒരു സമയത്ത് എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. ഈവൻ നാട്ടിലായാലും ബോംബെയിലുള്ള ഞങ്ങളുടെ കംപ്ലീറ്റുള്ള അവിടെയുള്ള ഫ്രണ്ട് സർക്കിളും ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും റിലേറ്റീവ്സും എല്ലാവരും പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മോൻ പിന്നെ അത് എല്ലാവർക്കും മെസ്സേജ് കൊടുത്തു ഞങ്ങൾ സേഫാണെന്ന് മാത്രം. പിന്നെ എഗെയിൻ ഞങ്ങൾ 6-ാം തീയതി ഞങ്ങൾ വൈകിട്ട് ഗംഗോത്രിക്ക് തന്നെ പോയി. ഇന്നലെ 7-ാം തീയതി രാവിലെ ഞങ്ങളെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. എങ്ങനെ കൊണ്ടുവന്നു? അതായത് അവിടുന്ന് പട്ടാളത്തിൻ്റെ ബസ്സിൽ, മിലിറ്ററി ബസ്സിൽ ഞങ്ങൾ ഈ സംഭവം നടന്നതിൻ്റെ ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ദലാലിക്ക് 2 കിലോമീറ്റർ 2 കിലോമീറ്റർ കൊണ്ടുവന്ന് വിട്ടു. അവിടുന്ന് ബസ് തിരിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അവിടെ നടന്ന് ഈ സംഭവം നടന്നതിൻ്റെ മുകളിൽ കൂടെയാണ് ഞങ്ങൾ നടന്ന് ഇപ്പുറം കടന്നത്. ഇത്രയും ഹൈറ്റിൽ അവർ ചളിയും മണ്ണും. പക്ഷേ അവിടെയൊക്കെ പോലീസുകാരും മിലിറ്ററിക്കാരും നിന്നുണ്ടായിരുന്നു. അവർ നല്ല ലഗേജൊക്കെ വാങ്ങി പിടിച്ചുള്ളവരായിരുന്നു. കൈ പിടിച്ച് കല്ലിൻ്റെ മുകളിൽ കൂടിയും പിന്നെ ഈ ചാലുമാരി വെള്ളം ഒഴുകുന്നിടത്ത് അവർ ഈ പാത്തി, അതായത് പലകിയിട്ടിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കടത്തി. അവിടുന്ന് അവർ വണ്ടിയിൽ ഞങ്ങൾക്ക് ഇവിടേക്ക് കൊണ്ടുവന്ന് വിട്ടു, ഹെലിപ്പാഡിലേക്ക്, ഹർഷലിൻ്റെ ഹെലിപ്പാഡിൽ ഇന്നലെ എത്തി. പക്ഷേ ഇന്നലെ അവിടുന്ന് ഈ ഹെലികോപ്റ്ററിൽ 5 പേരോ 6 പേരേ പോവുള്ളൂ. ഇന്നലേക്ക് അവിടുന്ന് ഞങ്ങൾക്ക് പറ്റിയില്ല. ഇന്ന് മോർണിംഗിൽ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ ഹോട്ടലിലെത്തി. ശശി, എത്ര സ്ത്രീകളുണ്ടായിരുന്നു കൂട്ടത്തിൽ? ഞങ്ങൾ 13 സ്ത്രീകളുണ്ട്. ഭയപ്പെട്ടോ? ഭയപ്പാടുണ്ടായില്ല. ഒറ്റ വിഷമം ഉണ്ടായിരുന്നു. മീൻസ് കൂട്ടുകാരെയും വീട്ടുകാരെയും ഒന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ.
എന്നുള്ളത്. ഭയം ഞങ്ങളെല്ലാവരും 22 പേരുടെ ഗ്രൂപ്പല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് താമസ സൗകര്യം ഒരുക്കി തന്നു, ഭക്ഷണം ടൈം ടു ടൈമിനുണ്ടായിരുന്നു. ഒറ്റ വിഷമം ഉണ്ടായിരുന്നുള്ളൂ, മക്കളെയും കുടുംബക്കാരെയൊന്നും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത്. ഈ ധരാലിയിലെ ഈ ദുരന്ത ബാധിത മേഖലയിലൂടെ കടന്നു വന്നപ്പോൾ നിങ്ങൾ അതുവഴിയല്ലേ നടന്നു വന്നത്, എന്താ തോന്നിയത്? ഭയങ്കര ഹൊറിബിളാണ് അവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് ഭയങ്കര വിഷമം വന്നു. കാരണം കാറുകളൊക്കെ 2 വീല് മാത്രം കാണുന്നു. പിന്നെ ആ സ്ഥലം മുഴുവൻ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുണ്ട്, കല്ലും ഇതൊക്കെ ആയിട്ട്. ഡോഗ് സ്ക്വാഡൊക്കെ അവർ എപ്പോഴും ഇങ്ങനെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇങ്ങനെ കുറച്ച് പേരുടെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്, ബോഡികളും ഇതൊക്കെ. പക്ഷെ കുറച്ച് പേരൊന്നും കിട്ടിയിട്ടില്ല. സൈനികരും പോയിട്ടുണ്ട്. സൈനികർ പറഞ്ഞു 10 പേര് ശിപ്പായിമാരും. പിന്നെ സന്തോഷകരമായൊരു റിപ്പോർട്ടാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിലുണ്ടായ മേഘവിസ്ഫോടനത്തിലകപ്പെട്ട മലയാളികൾ സുരക്ഷിതരാണെന്ന വാർത്ത ആശ്വാസത്തോടെയാണ് കേരളം കേട്ടത്. എയർലിഫ്റ്റ് ചെയ്ത മലയാളി തീർത്ഥാടക സംഘത്തിനൊപ്പം ജനം TV റിപ്പോർട്ടർ എസ് നന്ദഗോപനാണ് ചേർന്നത്.